നമസ്കാരം. ഓരോ നിമിഷം കഴിയുന്തോറും മണിക്കൂറുകൾ കഴിയുമ്പോഴും ദിവസം കഴിയുന്തോറും ശബരിമല വിഷയം പുതിയ പുതിയ ട്വിസ്റ്റുകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല 1000 കോടി രൂപയുടെ ആക്ഷേപവുമായി വന്നിട്ടുണ്ട്. അത് അദ്ദേഹം ആവശ്യമായ രേഖകൾ കോടതിയിൽ സമർപ്പിക്കാം എന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പരാതിയല്ല, ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിട്ടുണ്ട്. അതായത് CBI അന്വേഷിക്കണമെന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണ കേസിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നൽകിയ ഹർജിയിൽ അദ്ദേഹം ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി നോട്ടീസിന് നിർദ്ദേശിച്ചു. അതായത് സർക്കാരിനും CBIക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമാണ് ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയമർ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നോട്ടീസിന് നിർദ്ദേശിച്ചത്. അതായത് സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടുമൊക്കെ നോട്ടീസിനുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. അപ്പോൾ ആ കേസും ആ ഹർജിയും ബലത്ത് വരികയാണ്. അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം കാര്യക്ഷമമാകുന്നില്ല. ഈ സംഘത്തെ സർക്കാരിന് നിയന്ത്രിക്കാനാകും. SIT എന്ന് പറയുന്നത് സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇത് പറ്റത്തില്ല. CBI ആണ് ഈ കേസിൽ അന്വേഷിക്കേണ്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടുകൾ CAG, കൺട്രോളർ ഓഫ് ആൻഡ് ഓഡിറ്റർ ജനറൽ CAG, കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനമാണ്. അവരാണ് രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യേണ്ടവർ. പക്ഷേ ഇതൊരു ബോർഡ് ആയതുകൊണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ബോർഡ് ആയതുകൊണ്ട് CAGയുടെ നേരിട്ടുള്ള ഓഡിറ്റ് ഇല്ല. പക്ഷേ എന്നാൽ CAGയുടെ നേരിട്ടുള്ള ഓഡിറ്റ് വേണം എന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 2 ഡിമാൻഡാണുള്ളത്. ഒന്ന് SIT എന്ന് പറയുന്ന സ്റ്റേറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ, വെങ്കടേഷ് IPSനെ വെച്ചുകൊണ്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ കൃത്യമായി സ്വാധീനിക്കാൻ കേരള സർക്കാരിന് കഴിയും. കേരള സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്, അതുകൊണ്ട് കഴിയും എന്നുള്ള ഒരു പ്രശ്നം രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയമാണ് ഇവരുടെ കൊള്ള, ഈ സാമ്പത്തിക കൊള്ള. കാരണം ഇതിനകത്ത് ദേവസ്വം ബോർഡിനകത്തുള്ള സാമ്പത്തിക കൊള്ള പരിശോധിക്കുന്നതിന് വേണ്ടി CAGയുടെ റിപ്പോർട്ടും ആവശ്യമുണ്ട്. അപ്പൊ ഇത് രണ്ടും ചേർത്തിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നോട്ടീസ് കൊടുക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ദേവസ്വ സ്വത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദേവസ്വത്തിന്റെ മുൻ ഭാരവാഹികൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഹർജിയിൽ, കാരണം നേരത്തെയുള്ള ഭാരവാഹികളായിട്ടുള്ള പത്മകുമാറും വാസുവും അതുപോലെ തന്നെ നമ്മുടെ മുരാരി ബാബുവും ബാക്കി എല്ലാ ആളുകളും നേരത്തെ ആരൊക്കെ ഇരുന്നിട്ടുണ്ടോ അവർക്കെല്ലാം ഒരു കാലഘട്ടത്തിൽ ശബരിമലയിൽ ഇരുന്ന എല്ലാവർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 16-ന് വീണ്ടും ഹർജി പരിശോധിക്കാനായിട്ട് ജനുവരി 16-നാണ് പരിശോധിക്കാനായിട്ട് വച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതുവരെ വീണ്ടും കേസ് നീളും. അപ്പോൾ ജനുവരി 16-ലേക്ക് കുറച്ച് നീണ്ട ദിവസത്തിലേക്കാണ് കോടതി വച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ കേസ് അല്ലെങ്കിൽ ഹർജി വീണ്ടും കോടതിയിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും SITയുടെ വളരെ വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടും 6 ആഴ്ച SIT പരിശോധിച്ചു. ആ 6 ആഴ്ച പരിശോധിച്ചതിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ SIT കണ്ടെത്തി പത്മകുമാറിൽ എത്തി നിൽക്കുന്നത്. അത് പത്മകുമാറിന്റെ മുകളിലേക്ക് ഇനി പോകണമെങ്കിൽ അതിൽ അന്തർ സംസ്ഥാനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കേരളം മാത്രമല്ല, തമിഴ്നാടും ആന്ധ്രയും കർണാടകയും ഉൾപ്പെടെയുള്ള 4 സ്റ്റേറ്റുകൾ ഇതിനകത്ത് ബന്ധിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ സ്വർണം കൊണ്ടുപോയതിൽ, സ്വർണം വാങ്ങിയതിൽ, സ്വർണം ഉരുക്കിയതിൽ, സ്വർണത്തിന്റെ വിഗ്രഹം കൊണ്ടുപോയി ഈ കട്ടളപ്പാളി കൊണ്ടുപോയി ചെന്നൈയിൽ ജയറാമിന്റെ വീട്ടിൽ വെച്ചതിൽ, അതുപോലെ തന്നെ കർണാടകത്തിലെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചതിൽ, അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചതിൽ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ഇത് പോയിരിക്കുന്നു. രണ്ടാമത് ഇറ്റലിയിലേക്കും അതുപോലെ തന്നെ ഈജിപ്തിലേക്കും ഒക്കെ ഉള്ള ഈ സ്വർണത്തിന്റെ അംശങ്ങൾ പല രൂപത്തിലുള്ള വസ്തുക്കളാക്കി മാറ്റി പോയിട്ടുണ്ടോ? UAE പോയിട്ടുണ്ടോ? അമേരിക്കയിൽ, അതായത് മലയാളി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം വലിയ സമ്പന്നരുടെ ഇടയിൽ ഇത് പോയിട്ടുണ്ടോ? അടുത്ത ചോദ്യമാണ്. രാജീവ് ചന്ദ്രശേഖർ ഇത് ഹർജി കൊടുക്കുമ്പോൾ വേറൊരു പ്രശ്നം കൂടി കിടപ്പുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ കൊടുത്തതെന്ന് അറിയില്ല. എന്തായാലും വളരെ വലിയ തോതിലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ BJP നേതാക്കളുടെ പേര് പറയാതെ ഓടുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് ഓടുന്നുണ്ട്. അപ്പൊ എന്തായാലും BJPയിലുള്ളവർക്ക് ഇതിൽ ബന്ധമുണ്ടോ? കാരണം BJPയിലുള്ളവർക്ക് നേതാക്കൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളതല്ല, അതിന്റെ അവര് അനുഭാവികളായിട്ടുള്ള അല്ലെങ്കിൽ BJPയോട് ബന്ധമുള്ള സംഘപരിവാറുമായി ബന്ധമുള്ളവർക്ക് ഇതിന് സ്വർണം കിട്ടിയിട്ടുണ്ടോ? അവരാരെങ്കിലും രക്ഷിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് പിടിക്കാൻ കഴിയാതിരുന്നത്, ഇത് അറിയാൻ കഴിയാതിരുന്നത്? അയ്യപ്പൻ തന്നെ ഇറങ്ങി പണിഞ്ഞിട്ടല്ലേ ഇപ്പോൾ ഇത് അറിഞ്ഞത്. അല്ലെങ്കിൽ ആഗോള സംഗമമൊക്കെ നടത്തി, അയ്യപ്പ സംഗമമൊക്കെ നടത്തി ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് വളരെ സുന്ദരമായ രീതിയിൽ പാളിയും ജനലും എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന വളരെ മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങിയതല്ലേ? അപ്പോഴാണ് ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ വന്നതും. ഇതൊരു ആഗോളാടിസ്ഥാനത്തിലുള്ള സ്വർണ്ണ സംഘമാണ്, കൊള്ള സംഘമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള
തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. അപ്പോൾ രമേശ് ചെന്നിത്തല അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പല പേരുകളും ചിലപ്പോൾ അറിയാമായിരിക്കും, പല ആളുകളെയും അറിയാമായിരിക്കും, പല ബന്ധങ്ങളും അറിയാമായിരിക്കും. കാരണം ഈ ആളുകളുടെ കയ്യിലിരിക്കുന്ന തെളിവുകൾ പലരും പുറത്തു കൊടുക്കുന്നത് ഇതുപോലത്തെ നേതാക്കൾ വഴിയൊക്കെയാണ്. കാരണം സാധാരണ വ്യക്തികൾക്ക് അങ്ങനെ തെളിവ് കൊണ്ടുവന്ന് പുറത്തു കൊടുക്കാൻ കഴിയില്ല. അവർക്ക് ജീവനിൽ ഭയമുണ്ട്, അവർക്ക് അതിനുള്ള ഒരു സ്ട്രാറ്റജി ഇല്ല, ബന്ധങ്ങളില്ല. അപ്പൊ രമേശ് ചെന്നിത്തല പോലെ ഒരാളിനെ കൊണ്ട് അത് പുറത്തു കൊടുപ്പിച്ചാൽ എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് വിവരങ്ങൾ കൊടുക്കുന്നത്, ഈ ചാനലുകൾക്ക് കൊടുക്കുന്നത് പോലെ. അപ്പൊ എന്തായാലും വളരെ കൃത്യമായ രീതിയിലാണ് SITയുടെ അന്വേഷണത്തെ അത്ര കണ്ടങ്ങോട്ട് വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഹർജിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ജനുവരി 16-നാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അതിന്റെ അർത്ഥം ഇനിയും ഈ കേസ് നീണ്ടുകൊണ്ടേയിരിക്കും. അതിനിടയിൽ ED വന്നത് കൊണ്ട് തന്നെ SITക്ക് വലിയ സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിൽ നിന്നുകൊണ്ട് ഇന്നിപ്പോ ഇലക്ഷന്റെ കാര്യം ഇന്ന് കഴിയും, നാളെ പത്രത്തിൽ വരുന്നതോടുകൂടി ഇലക്ഷന്റെ കാര്യം കഴിയും. മറ്റന്നാൾ മുതൽ അറസ്റ്റിന്റെ പരമ്പര വരുമോ? ഇനി ഈ രാജീവ് ചന്ദ്രശേഖറിനെ ചോദ്യം ചെയ്യുമോ? CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് ചോദിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെയും മൊഴിയെടുക്കാൻ SIT തയ്യാറാവുമോ? അടുത്തൊരു ട്വിസ്റ്റാണ്. കാരണം എന്തിന്റെ സാഹചര്യത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ, ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന സൂചന ഇത് CBI ഏറ്റെടുക്കണമെന്ന് വളരെ കാഷ്വലായി പറഞ്ഞൊരു സൂചനയാണോ, അല്ല എന്തെങ്കിലും കുറച്ചുകൂടെ ഡെപ്തിലേക്കുള്ള വിഷയങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്നറിയാൻ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖരന്റെ മൊഴിയും എടുക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും അവസർപ്പ കഥകൾ പോകുന്ന പോലെ ഡൈവേർട്ട് ചെയ്ത് ഒരു വലിയ വൃക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശബരിമലയിലെ കേസ്. 1950കളിൽ തീ വെച്ച് അന്ന് മുതൽ ഇന്ന് വരെയുള്ള 75 വർഷത്തെ ചരിത്രമെടുത്താൽ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷത്തെ കണക്കുകൾ എടുത്താൽ ശബരിമലയുമായി ബന്ധപ്പെടുത്തി എന്നും വിവാദങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും വലിയൊരു സങ്കടം, ആ പല വിവാദങ്ങളും കെട്ടടങ്ങി പോയിട്ടുണ്ട്. അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു വശത്ത് ചിലപ്പോൾ പിന്നെ തീവെപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജനിച്ചവരാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ഹിന്ദുക്കളാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ, ഈ സ്വർണ്ണക്കൊള്ളയിൽ എത്തുമ്പോൾ, ഞാൻ കമ്പയർ ചെയ്ത് പറയുന്നതാണ്, സ്വർണ്ണക്കൊള്ളയിൽ എത്തുമ്പോൾ ഒരു വശത്ത് നിൽക്കുന്നത് സാമ്പത്തിക ശക്തികളാണ്, രാഷ്ട്രീയ നേതാക്കളാണ്, തന്ത്രിമാരുടെ കുടുംബമാണ് ഈ ആരോപണമായി നിൽക്കുന്നത്, സിനിമാ നടന്മാരാണ്, എല്ലാവരും പ്രമുഖരാണ്. ആ പ്രമുഖരായ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന വളരെ സാധാരണക്കാരായ ആളുകൾ വിശ്വസിക്കുന്ന അയ്യപ്പൻ ഏതു തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ജനുവരി 16 എന്ന് പറയുന്നത് അല്പം നീണ്ട ഡേറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിസംബറിലും ഈ കഥ അവസാനിക്കില്ല. പുതുവർഷത്തിലേക്കും ശബരിമല അയ്യപ്പൻ ഓടിക്കൊണ്ടേയിരിക്കും.